For all the latest reviews, interviews, and everything entertainment in Tamil, Kannada, Malayalam, and Telugu, subscribe to Film Companion South now. ഹായ്, ഞാൻ അനഘ അനുപമ. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് നമ്മളൊക്കെ വലിയ എക്സൈറ്റ്മെന്റോടുകൂടി വെയിറ്റ് ചെയ്തിരുന്ന മരക്കാർ എന്ന സിനിമയെക്കുറിച്ചാണ്. പ്രിയദർശന്റെ സംവിധാനത്തിൽ വന്നിട്ടുള്ള സിനിമ ഇപ്പോൾ തിയേറ്ററുകളിൽ എത്തിയിട്ടുണ്ട്. ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആയി തോന്നിയത് ഇതിന്റെ ടെക്നിക്കൽ സൈഡാണ്. കുഞ്ഞാലി മരക്കാർ എന്നുള്ള ഒരു കഥാപാത്രത്തെ വെച്ചുകൊണ്ട് 70% ഭാവനയും 30% മാത്രം ഹിസ്റ്റോറിക്കൽ ഫാക്റ്റും ഉൾപ്പെടുത്തിക്കൊണ്ട് ചിത്രീകരിച്ച സിനിമയാണെന്ന് സംവിധായകൻ തന്നെ പറയുന്നുണ്ട്. സിനിമ കാണുമ്പോൾ നമുക്കത് ക്ലിയർ ആവുകയും ചെയ്യും. ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ട് ടെക്നിക്കലി ബ്രില്യൻ്റ് ആയ ഒരു സിനിമ ഉണ്ടാക്കിയെടുക്കാൻ പ്രിയദർശൻ എന്ന ഡയറക്ടറിന് എളുപ്പത്തിൽ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സിനിമ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ലോകം, അതിനുള്ളിലെ ക്യാരക്ടേഴ്സ്, അവരുടെ കാര്യങ്ങൾ ഒക്കെ തന്നെയും നമുക്ക് കൺവേ ആകുന്നുണ്ട്. സിനിമ ഒരു മാസ് സിനിമയാണ് എന്നൊന്നും എക്സ്പെക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. കാര്യം സിനിമ കൂടുതലും അതിന് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചിരിക്കുന്നത്, കൺവേ ആക്കാൻ ശ്രമിച്ചിരിക്കുന്ന മോഡ് എന്ന് പറയുന്നത് ഇമോഷണൽ ഡ്രാമയിലൂടെയാണ്. ഒരു ചരിത്ര സിനിമയെന്നോ ഒരു അഡ്വഞ്ചർ ടൈപ്പ് ഓഫ് സിനിമയെന്നോ നമ്മൾ വിശ്വസിക്കുന്ന ഒരു സിനിമയിലേക്ക് നമ്മൾ കൂടുതൽ സമയം പ്രതീക്ഷിക്കാൻ സാധ്യതയില്ലാത്ത ഒന്നാണ് ഇമോഷണൽ ഡ്രാമ. എന്നാൽ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ എഴുത്ത് കൂടുതൽ സമയവും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇമോഷണൽ രംഗങ്ങളിലൂടെ, ഡ്രാമയിലൂടെ കഥ കൺവേ ചെയ്യാനാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിനിമയുടെ ടെക്നിക്കൽ സൈഡുകൾ, സാങ്കേതിക വശങ്ങൾ, VFX, ക്യാമറ, എഡിറ്റിംഗ് ഒക്കെ തന്നെയും അതിഗംഭീരമായിരുന്നു. സിനിമയിലെ ഓരോ ഫ്രെയിമും അതിൻ്റെ കളർ കോഡിങ്ങും എല്ലാം തന്നെയും അതിമനോഹരമായിരുന്നു. അത് മനോഹരമായിരിക്കുന്നു, എസ്തെറ്റിക്കായി ഇരിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് സിനിമ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ലോകത്തെ നമുക്ക് വിശ്വാസയോഗ്യമാക്കുന്നതിനു കൂടി ടെക്നിക്കൽ വശത്തിന് സാധിക്കുന്നുണ്ട് എന്നുള്ളത് മരക്കാർ എന്ന സിനിമയുടെ ഒരു ക്വാളിറ്റി തന്നെയാണ്. കുഞ്ഞാലി മരക്കാർ എന്ന കഥാപാത്രത്തെ ഒളിയുദ്ധങ്ങൾ നടത്തുന്ന, കപ്പലിൽ കടലിലേക്ക് യുദ്ധത്തിന് പോകുന്ന ഒരാളായി മാറ്റിയതിന് പിന്നിലുള്ള കാരണത്തെ, ആ ട്രിഗറിങ് ഫാക്ടറിനെ സിനിമയ്ക്ക് ആദ്യത്തെ 45 മിനിറ്റിൽ കൃത്യമായി എംപ്ലോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പ്രണവ് മോഹൻലാൽ സർപ്രൈസിംഗ്ലി നന്നായി പെർഫോം കൂടെ ചെയ്ത ഒരു സിനിമയാണ് മരക്കാർ. ആദ്യത്തെ 45 മിനിറ്റിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെ നമുക്ക് വിശ്വസിക്കാൻ തോന്നുന്നുണ്ട്. സിനിമയിൽ ആക്ടേഴ്സിന് പെർഫോം ചെയ്യാനുള്ളതിനേക്കാൾ കൂടുതൽ സിനിമയുടെ കഥയ്ക്കാണ് പെർഫോമൻസിന് സ്പേസ് ഉണ്ടായിരുന്നത്, ഒപ്പം ടെക്നിക്കൽ സൈഡിനും. ഇൻ്റർവെല്ലിന് മുന്നേയും ഇൻ്റർവെല്ലിന് ശേഷവും വരുന്ന 2 ഫൈറ്റ് സീനുകൾ, യുദ്ധം നടക്കുന്ന സീനുകളൊക്കെ തന്നെയും അതിഗംഭീരമായി കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ള സീനുകളൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ സിനിമയിലെ പാട്ടിലെ രംഗങ്ങൾ, പ്രത്യേകിച്ചും പ്രണവ് മോഹൻലാലും കല്യാണി പ്രിയദർശനും വരുന്ന സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്ന ആ പാട്ടിലെ രംഗങ്ങളൊക്കെ തന്നെയും ബ്യൂട്ടിഫുള്ളായി കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നു. അത് തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസിന് കുറച്ചുകൂടി ഒരു അപ്ലിഫ്റ്റ്മെൻറ്റ് കൂടി കിട്ടുന്നുണ്ട്. സിനിമയുടെ റൈറ്റിങ്ങിൻ്റെ, സ്ക്രിപ്റ്റിൻ്റെ ഒരു വലിയ പോരായ്മയായി തോന്നിയത്, കഥ കൺവേ ചെയ്യാനാണ് സിനിമ കൂടുതൽ സമയം ശ്രമിക്കുന്നത്. അത് കൂടുതലും ഡയലോഗുകളിലൂടെ ആയി പോവുകയും ചെയ്യുന്നു. ആക്ടേഴ്സിൻ്റെ പെർഫോമൻസിന് മുകളിലേക്ക് അവർക്ക് പറയാനുള്ള ഡയലോഗുകളുടെ അമിത ഭാരം നമുക്ക് കാണാൻ പറ്റും. പല കഥാപാത്രങ്ങളുടെയും പെർഫോമൻസും ഡയലോഗുകളൊക്കെ തന്നെ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ആയിട്ടാണ് പലപ്പോഴും ഫീൽ ചെയ്തത്. എന്നാൽ പ്രിയദർശൻ എന്ന ഇന്ത്യ തന്നെ കണ്ട ഏറ്റവും മികച്ച സംവിധായകരിൽ ഒരാളായ അദ്ദേഹത്തിന് ചില സീൻസുകൾ വർക്കൗട്ട് ആക്കുന്നതിൽ ഒരു യുണീക്നെസ് നമുക്ക് കാണാൻ പറ്റും. ഒരേ സമയം ഒരേ സ്ഥലത്ത് നടക്കുന്ന 2 സംഭവങ്ങൾ, അതിൻ്റെ വേഗത, ഇൻ്റർകട്ട്സ് ഒക്കെ മിക്സ് ചെയ്ത് ആ സീനിനെ വളരെ മൂവിങ് ആക്കുന്നതിലുള്ള പ്രിയദർശൻ്റെ ഒരു ക്വാളിറ്റി 1-2 സീൻസുകളിൽ നമുക്ക് ഈ സിനിമയ്ക്കകത്ത് കാണാൻ പറ്റും. എന്നാൽ സിനിമയിലേക്ക് കൊണ്ടുവരുന്ന ചില സബ്പ്ലോട്ടുകളൊക്കെ തന്നെയും എന്തിനാണ് എന്ന് പലപ്പോഴും തോന്നിപ്പോയി. മരക്കാർ എന്ന സിനിമ ഹിസ്റ്റോറിക്കൽ ഫാക്ട്സിന് വേണ്ടിയോ ചരിത്രപരമായ വസ്തുതകൾക്ക് വേണ്ടിയോ കാണേണ്ട ഒരു സിനിമയല്ല. പകരം മനുഷ്യരുടെ ഇമാജിനേഷൻ്റെ ഒരു വളർച്ച, അതിനെ എങ്ങനെ ക്രിയേറ്റീവായി എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കാണേണ്ട സിനിമയാണ്. സിനിമയ്ക്കുള്ളിൽ ഒരേ സാമൂഹ്യ സാഹചര്യത്തിൽ, ഒരേ സമുദായത്തിൽ തന്നെ ജീവിക്കുന്ന 2 കഥാപാത്രങ്ങളുടെ സംസാര ശൈലി പലപ്പോഴും കോൺട്രഡിക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരേ സാഹചര്യത്തിലുള്ള 2 കഥാപാത്രങ്ങൾ 2 രീതിയിലാണ് സംസാരിക്കുന്നത്. മാത്രവുമല്ല, കൊട്ടാരത്തിനകത്ത് നമ്മൾ കാണുന്ന പല കഥാപാത്രങ്ങളും ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ആയിരിക്കുകയും സിനിമ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്ന, ഇമോഷണലി ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു മൂഡിലേക്ക് അവർ സിങ്കാവാതിരിക്കുകയോ അവരുടെ ഡയലോഗ് ഡെലിവറിയുടെയോ അവർക്ക് കിട്ടിയ ഡയലോഗിൻ്റെയോ പ്രശ്നം കൊണ്ട് ആ സീൻ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന മൊത്തം മൂഡിനെയും അഫക്റ്റ് ചെയ്യുന്നതായി തോന്നി. സിനിമയിൽ എടുത്തു പറയേണ്ട മറ്റൊരു ക്വാളിറ്റി കോസ്റ്റ്യൂം ഡിസൈനാണ്. എല്ലാ കഥാപാത്രങ്ങൾക്കും കൊടുത്തിരിക്കുന്ന കോസ്റ്റ്യൂംസ്, അതിൻ്റെ ഡിസൈനിങ്, അത് ക്യാരക്ടറിലേക്ക് ഫിറ്റ് ചെയ്യുന്ന വിധം ഒക്കെ തന്നെയും സിനിമയിൽ അതിഗംഭീരമായി വർക്കൗട്ട് ആയിട്ടുണ്ട്. എന്നാൽ സിനിമയ്ക്കുള്ളിൽ നമ്മൾ കാണുന്ന വസ്ത്രാലങ്കാരമോ മലയാളം ലിപിയോ അവരുടെ സംസാരമോ ഒക്കെ തന്നെയും ഒരു ചരിത്രപരമായ റഫറൻസായി എടുക്കുന്നതിന് നമുക്ക് പറ്റില്ല. നമ്മൾ സ്ക്രീനിൽ കാണുന്നതിൽ 90% കാര്യങ്ങളും
അവരുടെ ഭാവനയിൽ നിന്ന് എക്സിക്യൂട്ട് ആയിട്ടുള്ളതാണ് എന്നുള്ളത് സിനിമയിൽ ക്ലിയർ ആക്കുന്നുണ്ട്. കുഞ്ഞാലി മരക്കാർ എന്ന അഭിമാനമുള്ള പോരാളിയുടെ പക്ഷം പിടിക്കാനാണ് സിനിമ നമ്മളോട് പറയുന്നത്. ആ പക്ഷം ചേരാൻ തന്നെയാണ് നമുക്ക് തോന്നുന്നത്. എന്നാൽ ചില സമയങ്ങളിലെങ്കിലും കഥ പറയാനുള്ള വെപ്രാളത്തിൽ സിനിമ അവിടെയും ഇവിടെയും പിടിക്കാതെ പെട്ടെന്നൊരു ഓട്ടം നടത്താനുള്ള ഒരു ശ്രമം കാണിക്കുന്നുണ്ട്. സിനിമയിൽ എല്ലാവരും അവർക്ക് കൊടുത്തിരിക്കുന്ന ഭാഗത്തോട് 100% നീതി പുലർത്തിയ ഒരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിട്ടുള്ളത്. എന്നാൽ അത്രയും നേരം ആർത്ത് വിളിച്ചുകൊണ്ടിരുന്ന ഒരു തിയേറ്ററിനെ നിശബ്ദമാക്കാൻ തക്ക വിധത്തിലുള്ള പെർഫോമൻസ് കൊടുത്തത് മങ്ങാട്ടച്ചൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച നടനാണ്. ചെറിയൊരു സ്പോയിലറാണ്, എന്നാലും ഈ സീനിനെ കുറിച്ച് റെഫർ ചെയ്യാതെ പോകുന്നതിൽ കാര്യമില്ലെന്ന് തോന്നുന്നു. കുഞ്ഞാലി മരക്കാർ ഒരു തെരുവിൽ ഒരു സ്ട്രീറ്റിൽ നിന്ന് പണിയെടുക്കുന്ന സമയത്ത് മങ്ങാട്ടച്ചൻ എന്ന കഥാപാത്രത്തിന്റെ 2 ആൺമക്കളുമായിട്ട് ചെറിയൊരു കശപിശ ഉണ്ടാകുന്നുണ്ട്. ആ ഒരു ചെറിയ സീനിൽ കുഞ്ഞാലി മരക്കാർ എന്ന കഥാപാത്രത്തിന്റെ ആത്മാഭിമാനം, മങ്ങാട്ടച്ചൻ എന്ന ക്യാരക്ടറിന്റെ ഒരു ഡെപ്ത്, അദ്ദേഹത്തിന്റെ 2 ആൺമക്കളുടെയും ക്യാരക്ടേഴ്സ് തമ്മിലുള്ള പൊരുത്തക്കേട്, സ്വഭാവത്തിലെ പൊരുത്തക്കേടൊക്കെ തന്നെയും കുറച്ച് സമയം കൊണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്തു പോകുന്നുണ്ട്. പിന്നീട് സിനിമ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഈ ഒരു സീനിനെ സിനിമ റെഫർ ചെയ്യുന്നുമുണ്ട്. സിനിമയുടെ സൗണ്ട് ഡിസൈനും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും സിനിമയ്ക്കുള്ളിലെ പാട്ടുകളും ഒക്കെ തന്നെയും നല്ലതായിരുന്നു. ചില ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരാനും അവർ തമ്മിലുള്ള ഇമോഷണൽ ബിൽഡപ്പ് എന്താണെന്ന് കാണിക്കാനും ഒക്കെ തന്നെയും ഈ പാട്ടുകളെ യൂസ് ചെയ്തിട്ടുണ്ട്. മരക്കാർ എന്ന സിനിമയുടെ ഏറ്റവും വലിയ ഡ്രോബാക്കായി തോന്നിയ കാര്യം സിനിമയായി ഇരിക്കുന്നതിൽ കൂടുതൽ കഥ പറയുന്നതിന് പ്രാധാന്യം കൊടുത്തു എന്നുള്ളതാണ്. അത് എഴുത്തിൽ വന്ന ഒരു പ്രശ്നമാണ്. ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ഈ സിനിമ ഉണ്ടാക്കിയിരിക്കുന്ന വലിയ ക്യാൻവാസ് ആണ്. സിനിമയിൽ നടക്കുന്ന യുദ്ധരംഗങ്ങൾ, ഫൈറ്റ് സീനുകൾ, കപ്പലിലെ യുദ്ധരംഗങ്ങളൊക്കെ തന്നെയും അത്രയും ബ്യൂട്ടിഫുള്ളായി സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിഗംഭീരമായ വിഷ്വൽസ് ആണ് മരക്കാറിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. എന്നാൽ അതിനപ്പുറത്തേക്ക് ഒരു സിനിമയായിട്ട് പരിഗണിക്കുമ്പോൾ ചില സമയങ്ങളിലെങ്കിലും സിനിമ കൊണ്ടുവരാൻ ശ്രമിച്ച ദേശസ്നേഹം എന്ന വികാരം, നാടിനോടുള്ള കൂറ് എന്നുള്ള വികാരമൊക്കെ തന്നെയും ഡയലോഗുകളുടെ അതിപ്രസരം കാരണമോ മറ്റു ചില കാരണങ്ങൾ കൊണ്ടോ കുറച്ച് പിന്നിലേക്ക് വലിഞ്ഞു പോകുന്നുണ്ട്. സിനിമയ്ക്കുള്ളിൽ യുദ്ധമുണ്ടാകുന്നതിൻ്റെ കാരണം ഒരു സ്ത്രീക്ക് അവളുടെ ജീവിതത്തിന് മേൽ എടുക്കാവുന്ന തീരുമാനങ്ങളെ ചൊല്ലിയാണ്. അല്ലെങ്കിൽ ആ തീരുമാനങ്ങൾ എടുക്കുന്നതിന് അവൾക്ക് എത്രത്തോളം ഫ്രീഡം ഉണ്ട്, സ്വാതന്ത്ര്യം ഉണ്ട് എന്നതിനെ ചൊല്ലിയാണ്. ഇത് ഏതോ കാലത്ത് നടക്കുന്ന ഒരു സിനിമ ആയതുകൊണ്ട് നമുക്കത് പോട്ടെ എന്ന് വെക്കാം എന്നുള്ളതേ ഉള്ളൂ. സിനിമ തിയേറ്ററിൽ നിന്ന് കാണാനുള്ള അല്ലെങ്കിൽ ഒരു തിയേറ്റർ എക്സ്പീരിയൻസിനുള്ള വകുപ്പൊക്കെ ഉണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിലിം കമ്പാനിയൻ സൗത്ത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.